Assalamu alaikum. Welcome back to our YouTube channel MP World. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ണിയപ്പം വീഡിയോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ബോൾസിനെ കൊണ്ടൊക്കെ ഒരു ചാലഞ്ച് നമുക്ക് ചെയ്യണം എന്ന്. അപ്പം ഇന്ന് ആ വീഡിയോ ആണ്. പിന്നെ കപ്പുകൾ കൊണ്ടൊക്കെ ചലഞ്ച് ഉണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോക്ക് പോണതിന് മുമ്പ് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടെ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഫസ്റ്റത്തെ ചാലഞ്ച് കപ്പ് ടവർ ആണ്. ഇങ്ങനെ പിരമിഡ് പോലെ വെക്കുക. 20 സെക്കൻഡ് വെച്ചിരിക്കണ ടൈമർ. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നടുക്ക് വെക്കാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതെന്താ വളഞ്ഞിട്ടാണ് ഇതിൻ്റെ ടവർ ആണ്, കുഴപ്പമില്ല. ഞാൻ വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം. ടൈം ആയിട്ടില്ലല്ലോ, ഞാൻ അതില്ല, പക്ഷെ കൂട്ടത്തില് ഫസ്റ്റ് ബട്ട് ഞാന് അപ്പൊ നമ്മള് ഇപ്പൊ ടൈം ഒരു മിനിറ്റ് ആദ്യം അത് ഫസ്റ്റ് റൗണ്ടില് ഞാൻ ജയിച്ചതെന്നാണ് പ്രഖ്യാപിച്ചത്. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് വെച്ചാല് ഈ 20 സെക്കൻഡ് തീർന്നതിന് മുമ്പ് ഞാൻ ഒരാൾ ജയിച്ചാലും അവരായിരിക്കും. പിന്നെ ഈ 15 സെക്കൻഡ് ആക്കി കളയില്ലെങ്കില് ആണ് എന്ത് ഒന്നല്ല സെക്കൻഡ് റൗണ്ട്. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ട് ആണ്. കഴിഞ്ഞ കളിയിൽ ഞാനല്ല ഇതാക്കിയത്. കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ രണ്ടാളും അലാം അടിക്കുന്നതിന് മുമ്പ് വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മള് വെക്കണതിനിടെ വീണ്ടും എടുത്ത് വെക്കണം, അല്ലാതെ തെറ്റി പോകരുത്. ഓക്കെ, ശരി. അലാറം വെക്കടി. Ready, 2 3 start. Ready, 1 2 3 വെച്ച് നമുക്ക് തിരിച്ചെടുക്കാം. സെക്കൻഡ് ഇപ്പോഴും ടൈമർ വേണ്ട, കാരണം ഞാൻ ജയിക്കണേലൊക്കെ ഈ അലാമിന്റെ നമുക്ക് 15 ഒക്കെയാലോ 20 ഉള്ളത്. വേണ്ട, 20 അല്ലേ നല്ലൊരു സംഖ്യ. 15 വേണ്ട. ശരി, രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഒരുമിച്ചാണ്. ബട്ട് വേണ്ടായിരുന്നു. 2 കളി മതിയില്ലേ ഇത്? കട്ടാക്കോ പൊടി വേണ്ട പറയുന്നത്. ഇവിടെ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അലാമോട് ഒറ്റ കാരണത്താൽ ഇവൾ വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ആയിരിക്കുകയാണ്. അല്ല, അപ്പൊ ഇതൊരു സുഖമുള്ള കളിയല്ല, വേറെ എന്തെങ്കിലും കളി അല്ല. ഇതുപോലെ വെള്ളമൊക്കെ നമുക്ക് വീഡിയോ പിടിക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ സെക്കൻഡ് ചാലഞ്ച് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ രണ്ടുപേരും ജയിച്ചിട്ടുണ്ട്. ഈ 4 ക്ലാസ്സിനകത്തും നമ്മളെന്താ വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മള് വെച്ചിട്ട് ഈ ഒരു ബോൾ എടുത്തിട്ട് ആ വെള്ളം പൊങ്ങി കൊടുക്കുക. അപ്പൊ നമ്മള് ഊതി ദിക്കിട്ട് ഫസ്റ്റ് 6 ബോൾ ഉണ്ടാവും. 6 ബോൾ ആദ്യം ആരാണോ ഈ ബോൾക്ക് ഇടുന്നത് അവരായിരിക്കും വിന്നറ്. ഒരു മിനിറ്റ്, താത്താക്ക് ഏത് കളർ വേണം? എനിക്ക് ഞാൻ റെഡ്. 1 2 3 4 5 6 ഉണ്ടാവും. എവിടെ റെഡ്? ഓക്കെ, നമുക്ക് വെള്ളം നിറയ്ക്കണം. ക്ലാസ്സിലേക്ക് ഒഴിക്കണം. ഇവരൊക്കെ പറയും ഞാൻ ഒഴിച്ച ചിന്തുന്ന്. ഇതാണ് നിറയ്ക്ക്, ഫുള്ള് നിറയ്ക്കണോ? എനിക്ക് വെള്ളമില്ല. നമുക്ക്
തൊണ്ട. നിറയ്ക്കണം, അല്ലെങ്കിൽ എന്റെ ബോൾ ഓൾക്കൊള്ളു നിറക്കിണ്ട്. എന്റെ ബോൾ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഓള് നിറക്കട്ടെ. ടാബിൾ ഇളക്കിയ വെള്ളം ചെല്ലു, ഇളക്കി അന്നയാണ് ടാബിൾ ഇളക്കിയത്. വിട്ടിട്ട് ആ ജഗ്ഗും കുപ്പിയൊക്കെ നിറക്കുക. ആ താത്താന്റെ ഗ്ലാസ്ക്കാണ് വെള്ളം തികയാത്ത. സോ താത്ത വെള്ളത്തിൽ വെള്ളം ചിന്തി. അപ്പൊ ഗായ്സ്, നിങ്ങൾ ഇവിടെ താത്താനെ കണ്ടില്ല. എന്താന്ന് വെച്ചാല് ഓളെ പല്ലിന് ക്ലിപ്പ് ഇട്ടുണ്ട്. ഓൾക്ക് ഊതുമ്പോൾ ഇവിടെ മുറി ആയിട്ട് വേദന എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ കാണുന്നതൊക്കെ ഓൾ ട്രൈ ചെയ്തതാണ്. ഈ കാണുന്നത് ഫുള്ളും തെറിച്ചതാണ്. ഒക്കെ വെള്ളത്തിക്കാണ് ഊതുന്നത്, ബോൾക്കെല്ലാം ഊതുന്നത്. അപ്പം ഞാൻ ഒറ്റക്കാണ് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നത്. എനിക്കൊരു പ്രൈസ് ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, ടൈമർ ഉണ്ട് 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് 6 ബോളും 6 ബോളും ബോൾക്ക് ഇടണം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തോ? റെഡി 1 2 അടില്ല സ്റ്റാർട്ട് ചെയ്തോ? റെഡി 1 2 3 സ്റ്റാർട്ട്. താത്താ ബോൾ എടുത്തതാ. ഒരു മിനിറ്റ് ഒക്കെ ഓവറാണ്. അങ്ങനെ ഞാൻ 6 ബോൾ 1 മിനിറ്റിന് ഉള്ളിൽ, ഇനി 30 സെക്കൻഡ് തരാം. 1 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റ് കുറച്ച് കൂടുതലാണ്. ടേബിളൊന്ന് ക്ലീൻ ചെയ്യാം. തട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, സമ്മാനതായോ? അപ്പൊ ഒരു കളിയില് ഓള് തൂറ്റി പോയതുകൊണ്ട് ഞാൻ ബ്ലൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്ലൂ ചെയ്ത ഫുള്ള് സെറ്റ് ആവുമല്ലോ. ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് എന്തായാലും ജയിക്കാൻ പോണുള്ളൂ. അപ്പൊ 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ സ്റ്റാർട്ട് ചെയ്തുകൊള്ളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതിന് വെള്ളമില്ല. കൊറേ ഇതില് വെള്ളം നോക്കി ഇത്ര അങ്ങനെ അപ്പഴത്തെ ലാസ്റ്റ് ഒരാളിലോണ്ട് ഞാൻ സമ്മാനം തരുന്ന ആളിപ്പോ തോറ്റ്. അതുകൊണ്ടല്ല, ഇതില് വെള്ളം ഒഴിവാക്കിയത്. എന്തേ ഊതി അതിപ്പോ അങ്ങനൊക്കെ ഉണ്ടാവും. ഒരു വട്ടം കൂടി ട്രൈ ചെയ്യണോ? ഇപ്പൊ ഇത്ര സംഭവം. ടൈമർ സ്റ്റാർട്ട് ചെയ്യടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ക്യാമറ കഴിഞ്ഞ ടൈം അപ്പൊ ഗൈസ്, നമ്മളെ മൂന്നാമത്തെ ചലഞ്ച്, ലാസ്റ്റ് ചലഞ്ചാണ്. ഇതിൽ നമ്മൾ കുറച്ചൊരു ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾ വായിക്കും. അത് ഉമ്മച്ചി പറയണം. ഇതിപ്പോ ഞങ്ങൾക്ക് സിബ്ലിങ്സിന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന് ആൻസർ ഉമ്മച്ചി പറയും.
അത് പിടിച്ച് മുക്കോ. താത്തയാണ് അതിന്റെ ആൻസർ എങ്കിൽ ഇതുപോലെ ഞാൻ ഈ വളർത്തി പിടിക്കും കുറച്ച് നേരം, ഒരു 1-2 സെക്കൻഡ്. സെക്കൻഡോ? പിന്നെ സെക്കൻഡ് ജസ്റ്റ് മുക്കിയാ മതി. ഞാൻ 1-2 സെക്കൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സ്വാഭാവിക മനസ്സിലാവട്ടെ. ഫസ്റ്റ് ഞാൻ വായിക്കാം. ഇതിനകത്ത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ജോലി എടുക്കാൻ ആർക്കാണ് മടി? പറയോ? പറയേ. നോക്കട്ടെ. ഇല്ല, അതില്ല. ഓക്കെ, കുഴിമടച്ചാണ്. അത് ഉള്ളിൽ കാണുന്നില്ല. വീഡിയോ എടുക്കാൻ മടി ആർക്കാണ്? നോക്കട്ടെ. ഇവിടെ കൊല്ലാതെ നോക്കി എനിക്ക് അറിയാം. വീഡിയോ എടുക്കാൻ വിളിച്ച് എന്ത് ജാടേന്ന് പറയാം അവൾക്ക്. ജാടൊന്നുമില്ല. ഹൂ ഇസ് ദ ഡ്രാമ ക്യൂൻ? ഇങ്ങനെ എന്താ പറയാ, ഓവർ ആക്ടിങ് ഡ്രാമ ചെയ്യണവള്. എലമ്മച്ച് പറയട്ടെ ഫസ്റ്റ്. അല്ലേ? നല്ല ബോധമുണ്ട്. ബുക്കിന്റെ റെഡി ആവാൻ ആർക്കാണ് കൂടുതൽ ടൈം വേണ്ടത്? മോളൂന്. ഞാനൊപ്പം റെഡിയായി. ഇവിടെ കൊറേ സമയം എടുക്കും, പക്ഷെ ഒന്നും കാണൂല. ഞാനൊന്നും ചെയ്യല്ലേ. അതുകൊണ്ടല്ലേ. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യ. ആരാണ് കൂടുതൽ കരയുന്നത്? അല്ലേ? അല്ലേ? കുളിച്ചിട്ടില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കുളിച്ചതാണ്. ഡ്രസ് മാറ്റേണ്ടി വരും എന്തായാലും. അതിന്റെ അടുത്ത് ആർക്കാണ് വൃത്തി കുറവുള്ളത്? അല്ലേ? അല്ല മിസ്സോട്ട് ആരാണ് നിങ്ങൾ പറയും, ഓർക്കണം പറയും. മുന്നസല്ലേ? നല്ല നോക്കിയാ മതിയാ. ഞാൻ വായിക്കാം. ആർക്കാണ് അല്ല ആർക്കാറോ ആർക്കാർന്ന് വരെ എഴുതി വെച്ചേക്കാം. ആർക്കാണ് കൂടുതൽ പരാതി ഉള്ളത്? ഞാൻ മുക്കാതില്ല, സ്വന്തം പോയി മുക്കില്ല. ജസ്റ്റ് ആടി കൊടുക്കുക, ഞാൻ മുക്കോ എന്നിട്ട് നോക്കിയാൽ മതി. കുഴപ്പമില്ല. നന്നോട്ടെ. ഞാൻ എടുത്തത് കുളിക്കാൻ വേണ്ടി ആർക്കാണ്? താത്താക്ക്. ഈ ഷാൾ ഇങ്ങനെ കൊയിഞ്ഞാടിയാണ്. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാ? പൊന്നുസിനെ. താതക്ക് ദേഷ്യം വരാൻ കുറെ സമയം എടുക്കുമെങ്കിലും വന്നാ പോവാൻ കുറെ സമയം. ഓക്കെ, നെക്സ്റ്റ്. എന്റെ മേത്തക്ക് വരുന്നത് വന്നോട്ടെ. സെൽഫിഷ് ആരാണ്? സെൽഫിഷ് അല്ലേ? താത്ത. ഫുൾ പെട്ടെന്ന് കൈ ഉണ്ട് ക്വസ്റ്റ്യൻസ്. ആർക്കാണ് അനുസരണ കൂടുതൽ? മുങ്ങട്ടെ, സ്വയം മുങ്ങട്ടെ. അതിപ്പോ എനിക്കല്ലേ? താത്തക്കോ? അനുസരിക്കലുണ്ട്. ഞാൻ അനുസരിക്കലൊക്കെ അല്ല, അപ്പൊ ഞാൻ തന്നെ മിന്നി മുക്കണോ? കൊറേ നേരം ഞാൻ തന്നെ മുങ്ങിയിരുന്നു. നിങ്ങൾ ഒക്കെ പറയും. താത്ത. പക്ഷെ ഞാൻ ഇൻട്രോവേർട്ട് അല്ലാന്ന് പറയുമ്പോ കുറച്ചൊക്കെ ഇൻട്രോവേർട്ട് ഒക്കെ തന്നെയാണ്. എവിടെ പോയാലും ചാടിക്കളിച്ച് പോയാലല്ലേ. കഠിന ഹൃദയം ഇവളല്ലേ? അല്ലല്ലോ, ഞാൻ ലോല മനസ്സുള്ള ആളല്ലേ? അല്ലേ? വെള്ളം കഴിഞ്ഞു പോയി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രശ്നം ഉണ്ടാക്കുന്നത് ആരേ? എല്ലാത്തിനുണ്ടോ പ്രശ്നം? മതി. സത്യം പറഞ്ഞാലേ ഇനി മനസ്സിലായി. അടുത്ത ദിവസം ഇന്നാ മുങ്ങാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വെള്ളം കിട്ടുന്ന ഒഴിച്ചത്. എന്റെ വക താത്തക്ക് സമ്മാനം ഉണ്ട്. ചോദ്യം കഴിഞ്ഞ ചോദ്യം കഴിഞ്ഞ ബുക്കാണ്, കുഴപ്പമില്ല.
അത് കഴിച്ചു. ഇത് ഞാൻ മാറ്റാൻ സത്യം പറഞ്ഞ എന്തായാലും ഞാൻ മാറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരല്ലോ. അപ്പൊ ഞാൻ ഇവിടെയും തണുക്കണേ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും നമ്മൾ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് എല്ലാം ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് കമന്റ് അടിക്കണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ. ബൈ.